എല്ലാവർക്കും ഗ്രാൻഡ്മാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു നാടൻ കറിയുടെ റെസിപ്പി നോക്കാം. അധികം പച്ചക്കറികളൊന്നും ഇല്ലാതെ തന്നെ വീട്ടിലുള്ള 1-2 സാധനങ്ങൾ ചേർത്തിട്ടുള്ള ഒരു കറിയാണിത്. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കുകയും ചെയ്യാം. പരിപ്പും മുരിങ്ങക്കായും ചേർത്തിട്ടുള്ള ഒരു കറിയാണിത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമായി ഈ ചാനൽ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നേക്കരുതേ. ആദ്യം തന്നെ പരിപ്പ് വേവിച്ചെടുക്കാം. ഇതിനായി 1/4 കപ്പ് തുവരപ്പരിപ്പ് നന്നായി കഴുകി ഒരു കുക്കറിലേക്ക് ഇടാം. പരിപ്പിൻ്റെ കൂടെ പകുതി സവാള സ്ക്വയർ പീസുകളാക്കി നുറുക്കിയെടുത്തത്, 2-3 ചുള വെളുത്തുള്ളി, 2 പച്ചമുളക്, ഇടത്തരം വലുപ്പത്തിലുള്ള ഒരു തക്കാളി, വേപ്പില, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ മുളക് പൊടി. ഇത്രയും സാധനങ്ങൾ ചേർത്ത് ഇതെല്ലാം മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ച് കുക്കർ അടച്ച് വേവാൻ വയ്ക്കാം. 2 വിസിൽ വന്നാൽ മതി. എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ടാകും. പരിപ്പ് വേവുന്ന സമയം കൊണ്ട് ഇതിലേക്ക് ഒരു അരപ്പുണ്ടാക്കണം. ഇതിനായി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 1/2 കപ്പ് തേങ്ങ, 1/2 ടീസ്പൂൺ ജീരകം, 2 വെളുത്തുള്ളി, അരഞ്ഞു വരാൻ പാകത്തിനുള്ള വെള്ളവും ചേർത്തിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കാം. 2 വിസിൽ വന്നപ്പോൾ ഫ്ലെയിം ഓഫാക്കി വെച്ചതാണ്. ഇനി നമുക്ക് കുക്കർ ഒന്ന് തുറന്നു നോക്കാം. എല്ലാം നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നീളത്തിൽ അരിഞ്ഞെടുത്ത 2 മുരിങ്ങക്ക കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. പരിപ്പ് വേവാൻ വയ്ക്കുമ്പോൾ മുരിങ്ങക്ക ഇട്ടിട്ടുണ്ടെങ്കിൽ മുരിങ്ങക്ക വെന്തങ്ങ് ഉടഞ്ഞു പോകും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പരിപ്പ് വെന്തതിന് ശേഷം ഇതുപോലെ മുരിങ്ങക്കായ ഇടുന്നത്. മുരിങ്ങക്ക ഒത്തിരി അങ്ങ് വെന്തുടഞ്ഞു പോകരുത്. ഇനി കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് മുരിങ്ങക്ക പാകത്തിന് വേവിച്ചെടുക്കുക. ഒരു 4-5 മിനിറ്റ് സമയം കൊണ്ട് മുരിങ്ങക്ക പാകത്തിനായി വെന്ത് വന്നോളും. മുരിങ്ങക്ക ഒരുപാട് വെന്ത് അലന്ന് പോകരുത്. ഇപ്പോൾ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയുടെ കൂട്ട് ചേർക്കാം. 1/2 കപ്പ് വെള്ളം കൊണ്ട് ഈ മിക്സിയുടെ ജാറും കൂടെ ഒന്ന് കഴുകിയിട്ട് ഒഴിക്കുന്നുണ്ട്. ഇടത്തരം അയവിലുള്ളൊരു കറിയാണ്. ഒരുപാട് ലൂസായി പോകരുത്, എന്നാൽ തീരെ അങ്ങ് ചാറൊന്നും ഇല്ലാതെ കട്ടിയായി പോവുകയും ചെയ്യരുത്. ഇതുപോലുള്ള കറി ഉണ്ടാക്കുന്നതിന് ഞങ്ങളുടെ നാട്ടിലൊക്കെ മൊളേഷ്യൻ എന്നൊക്കെ പറയണം കേട്ടോ. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് 2-3 മിനിറ്റ് സമയം ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയായി കഴിഞ്ഞു. ഇനി കറി ഒന്ന് താളിക്കണം. വെളിച്ചെണ്ണയിലാണ് താളിക്കേണ്ടത്. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ കടുകും ഉണക്കമുളക്, ചുവന്നുള്ളി, വേപ്പില ഇത്രയും നന്നായി മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് ഒരല്പം മുളക് പൊടിയും കൂടെ ചേർക്കാം. ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം മുളക് പൊടി ഇട്ടാൽ മതി. ഇല്ലെങ്കിൽ ചിലപ്പോൾ മുളക് പൊടി പെട്ടെന്ന് കത്തിപ്പോകും. ഉച്ചയൂണിന് പറ്റിയ നല്ലൊരു കറിയാണ്. പെട്ടെന്നുണ്ടാക്കാവുന്ന രുചികരമായ മുരിങ്ങക്കായ് മൊളേഷ്യൻ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. നല്ല രുചിയുള്ളൊരു കറിയാണ്. രുചികരമായ മുരിങ്ങക്ക മൊളേഷ്യൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. കറി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണേ. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.